ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പ് ദൈവദൂതനായ ഗബ്രിയേൽ മാലാഖ യോഹന്നാൻ സ്നാപകൻ്റെ പിതാവായ സക്രിയ പുരോഹിതനോട് അറിയിക്കുന്ന സമയമാണ്. ധൂപപീഠത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ആലയത്തിനുള്ളിൽ താൻ നിൽക്കുമ്പോൾ തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതനെ കണ്ട് ഭയപരവശനായിരിക്കുന്ന സക്രിയ പുരോഹിതനെയാണ് നമ്മൾ കാണുന്നത്. തനിക്ക് ജനിക്കുവാൻ പോകുന്ന മകനെക്കുറിച്ച് ദൈവത്തിൽ നിന്നും ദൂതനിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ആ ദൂതൻ പറയുകയാണ്, ഏലിയ പ്രവാചകൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ കർത്താവിന് മുൻപായി നടക്കുന്നവനാണ് ഈ മകൻ എന്നുള്ളത്. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തുവാൻ അയക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും അനുസരണമില്ലാതിരിക്കുന്നവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിക്കുവാനും കർത്താവിനായി പരിപൂർണതയുള്ള ജനത്തെ ഒരുക്കുവാനുമായി വരുന്നവനാണ് എന്നും ആ ദൂതൻ അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ദൂത് ആ വൃദ്ധനായ പുരോഹിതന് ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ ഇന്ന് ഈ ദൂത് നമ്മുടെ കാതുകളിലും നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്തിലൂടെ ദൈവം നമ്മളെയും കേൾപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം പിതാവാം ദൈവത്തിലേക്ക് എപ്പോഴും ചാഞ്ഞിരിക്കുന്നുണ്ടോ? യോഹന്നാൻ പറയുന്നുണ്ട്, വരുവാനുള്ള ദൈവകോപത്തെ ഒഴിഞ്ഞിരിക്കുവാൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന ഓരോ വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം എന്ന്. യോഹന്നാൻ സ്നാപകൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, സർപ്പസന്തതികളെ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടും എന്ന ആ ഒരു വലിയ പേടിപ്പെടുത്തുന്ന വാക്യം. അത് യോഹന്നാൻ സ്നാപകൻ നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിനുള്ള ഒരു ആഹ്വാനമായി നമ്മുടെ ജീവിതത്തിൽ അത് ഒരു അലയൊലിയായി എപ്പോഴും നമ്മുടെ കാതുകളിൽ ആ ഒരു വാക്ക് യോഹന്നാൻ സ്നാപകൻ നമ്മളോട് സംസാരിക്കുന്നതായും നമുക്ക് ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ച പുരുഷാരത്തോട്, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവർ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് അവൻ നമ്മളോട് പറയുന്നുണ്ട്. ചുങ്കക്കാർ അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന ആ ഒരു വാക്യമാണ് അവരോട് പറയുന്നത്. പടയാളികളോട് പറയുന്നുണ്ട്, ആരെയും ബലാത്കാരം ചെയ്യാതെ ചതിയായി ഒന്നും വാങ്ങാതെ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് പടയാളികളോടും യോഹന്നാൻ സ്നാപകൻ പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാക്കുവാനും നല്ല ഫലം കായ്ക്കുന്ന, മറ്റുള്ളവർക്ക് നമ്മളിലുള്ളത് കുറവാണെങ്കിലും അത് പകുത്തു കൊടുക്കുവാൻ മനസ്സുള്ള, ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു ഹൃദയവുമായി അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളിൽ മാനസാന്തരമുള്ള ഒരു ഹൃദയത്തിനുടമയായി ദൈവമേ, നീ ഞങ്ങളെ കാണണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്ന ഒരു അനുഭവം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ ഇടവരുത്തട്ടെ, സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.